ഭീകരാക്രമണം നടത്തിയ ഭീകരർ കൊളംബോയിലെന്ന ഒരു സംശയം. ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് പോയ വിമാനത്തിലും കൊളംബോ വിമാനത്താവളത്തിലും ഇന്ന് പരിശോധന നടത്തി. അതിനിടെ പാകിസ്ഥാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഇന്ന് ഉച്ചയോടെ കൊളംബോയിലെത്തിയ ശ്രീലങ്കൻ എയർലൈൻസിന്റെ UL-122 എന്ന വിമാനത്തിൽ ഭീകരർ ഉണ്ടെന്ന സംശയമാണ് ഭണ്ഡാരനായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പരിശോധനയിലേക്ക് നയിച്ചത്. വിമാനത്തിൽ പേൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 6 പേർ ഉണ്ടെന്ന് ശ്രീലങ്കൻ പോലീസ് വക്താവിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പോലീസിന്റെയും വിമാനത്താവള അധികൃതരുടെയും എയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ പരിശോധിച്ച ശേഷം വിമാനം തുടർ സർവീസുകൾക്ക് തയ്യാറാണെന്ന് കമ്പനി അറിയിച്ചു. അപ്പോഴും കർശന ജാഗ്രതയാണ് വിമാനത്താവള പരിസരത്ത് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാൻ കൂടുതൽ നടപടികളിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള പോസ്റ്റൽ പാഴ്സൽ സർവീസുകൾ ഇന്ത്യ നിരോധിച്ചു. ഷിപ്പിംഗ് മന്ത്രാലയം പാകിസ്ഥാൻ പതാകയുള്ള കപ്പലുകൾ ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ വിലക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ വഴിയുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും ഇറക്കുമതിയും നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വാണിജ്യ മന്ത്രാലയവും പുറത്തിറക്കി. തർക്കങ്ങൾക്കിടയിൽ കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള അപേക്ഷ കരസേന മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. 85 വിമാനവേദ മിസൈലുകൾ, 48 വീതം റോക്കറ്റ് ലോഞ്ചറുകളും നൈറ്റ് വിഷൻ കണ്ണാടികളും ഹ്രസ്വദൂര മിസൈൽ ടെസ്റ്റിംഗ് പാഡുമാണ് ഇന്ത്യ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. We are committed to take firm and decisive action against terrorists and those who support them. അതിനിടെ കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ പരീക്ഷിച്ചിട്ടുണ്ട്. 450 കിലോമീറ്റർ പരിധിയുള്ള മിസൈലിന്റെ പരീക്ഷണം കറാച്ചി തീരത്ത് വെച്ചായിരുന്നു. പ്രകോപനപരമായ നടപടിയായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. തുടർച്ചയായ 8ാം ദിവസമായ ഇന്നും ഉറി, കുപ്വാര, അഗ്നൂർ സെക്ടറുകളിൽ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.